അപ്പോൾ നമ്മൾ ഈ രാവിലത്തെ ചായ പലഹാരം അതിൽ ഏറ്റവും രസമുള്ളൊരു ശരിക്കും പറഞ്ഞൊരു കോമ്പിനേഷൻ അതാണ് നമുക്ക് പുട്ട് കടല. അപ്പോൾ ദോശ ചട്നി, ഇഡ്ഡലി ചട്നി, വെള്ളപ്പം, മുട്ടക്കറി അങ്ങനെയൊക്കെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. പക്ഷെ നമുക്ക് ഈ പുട്ടും കടലയ്ക്ക് ഒരു പ്രത്യേക രസമാണ്. നമ്മൾ അരിപ്പുട്ടുണ്ട്, അതുപോലെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാം, ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ അരിപ്പുട്ടും സാധാരണ നമ്മളെ കറുത്ത കടല അത് തേങ്ങയൊക്കെ അരച്ച് മസാല അരച്ച് വെച്ച കറി. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അതാണ്, പുട്ടും കടലയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും നമുക്ക് എന്നാൽ കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഏതായാലും അമ്മ രാമായണ വായനയിലാണ് രാവിലെ. അപ്പം അതൊന്നും ഇങ്ങോട്ട് കഴിഞ്ഞിട്ടേ അമ്മ വരുള്ളൂ. ബാലികേ സുഖകുല മൗലിമാലികേ ഗുണ ശാലിനി ചാരുശീലേ ചൊല്ലിടൂ മടിയാതെ നീലനീലതനവൻ നിർമ്മലൻ നിരഞ്ജനൻ നീലലോഹിതദളാലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കടൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യാനിലയനൻ പാലനാപരായണൻ പരമാത്മാവുതൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പാരമാമൃതമല്ലോ പാരാതെ പറങ്ങെന്നു കേട്ടു പൈങ്കിളിയൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലസീതാംശമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയ ചലമകളോടറു ചെയ്തിടിനാൻ ബാലികയെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാമാനന്ദ രൂപനാത്മാ രാമനദ്വയനേകേന വ്യയേന പിരാമൻ അത്യതാപസ പ്രവരോത്തമേ മുനിയുമായി യാത്രയും സുഖിച്ചു വാടിയിടിനാളൊരു ദിനം. ആദ്യം തന്നെ നമുക്ക് കടല ഉണ്ടാക്കാം, കാരണം അതല്ലേ കുറച്ച് വേവാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കടല ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ പുട്ട്. അപ്പോൾ ഏതായാലും കടലിൻ്റെ കാര്യങ്ങൾ നോക്കാം. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് ഇട്ട് വെച്ചതാണ്, അപ്പോൾ നല്ല കുതിർത്തിട്ടുണ്ടാവും. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത കടല ഉണ്ട്, പിന്നെ മറ്റ് ചേരുവകളൊക്കെ ഉണ്ട്. കറി ഉണ്ടാക്കാനുള്ള ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, പിന്നെ തേങ്ങ. നമുക്ക് ഇനി ഓരോന്ന് നന്നാക്കി തുടങ്ങാം. കിഴങ്ങ് കഴിഞ്ഞു, പിന്നെ ഇനി ഉള്ളി ഒക്കെ ഒന്ന് തോലിയത്തൽ. അപ്പോൾ അത് കഴുകിയെടുത്തു, തോലിയത്തലൊക്കെ കഴിഞ്ഞ് ഇനി നുറുക്കിയെടുക്കാം. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് പുട്ടും കടലയാണ്. പുട്ട് കുറേ ദിവസമായിപ്പോൾ ഉണ്ടാക്കിയിട്ട്, കൂടുതലും ദോശ, ഉപ്പുമാവ്, ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. വേഗം പുട്ടാക്കാന്ന് വെച്ചു ഇന്ന്. പിന്നെ കടലക്കറി എനിക്ക് പറ്റിയതാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ചെറുപയർ, പഴം പുഴുങ്ങിയത്, പപ്പടം കാച്ചിയത്, അങ്ങനെ എല്ലാം പറ്റുമായിരിക്കും. അപ്പോൾ കുക്കറിൽ ആണ് വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം വേവുണ്ടല്ലോ കടലയ്ക്ക്. അപ്പോൾ ആദ്യം അതൊക്കെ ഇട്ട് നുറുക്കിയതൊക്കെ അതിലേക്ക് അതിന് ചേർക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാം പൊടികളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത് ആദ്യം തന്നെ ഒക്കെ ഒന്നിച്ച്. പിന്നെ മല്ലിപ്പൊടി ഉണ്ട്. അപ്പോൾ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്, ഒക്കെ വായനയൊക്കെ കഴിഞ്ഞ്. പിന്നെ അതിലേക്കുള്ള ചെറിയ ഉള്ളി വറവിടാനുള്ളതൊക്കെ നന്നാക്കി അരിഞ്ഞ് വയ്ക്കുകയാണ് അമ്മ. പിന്നെ അപ്പം നമ്മൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാലയും ചേർത്തിട്ടുണ്ട്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ചെറിയ തീയിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. തേങ്ങ മാത്രം അരച്ചത് അത് അതിലേക്ക് ചേർക്കാണ്. വറുത്തിട്ടില്ല, വറക്കാതെയാണ് അരച്ചിട്ടുള്ളത്. അതും രസമാണ്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം. പൊടികളൊക്കെ ആയതിനിട്ട് വേവിച്ചുകൊണ്ട് എളുപ്പമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിട്ടു. അപ്പോൾ കറി ഇവിടെ റെഡിയായി. പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കണം. അപ്പോൾ
ഉപ്പുവെള്ളത്തിൽ നനച്ചെടുക്കാം പൊടി. അപ്പം ഇനി ഏതായാലും പുട്ടിൻ്റെ കുറ്റിയിൽ തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് നനച്ച അത് പൊടി ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ചുട്ടെടുക്കേ വേണ്ടൂ. അപ്പോൾ ഇനി ഇതാ പുട്ടിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചിതാ ഇത് ഇനി ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പം നമുക്ക് ചായ ഉണ്ട്. അമ്മയ്ക്ക് ഒരു കഷ്ണം വിട്ടു. പിന്നെ ഇതാ നമ്മളെ കടലക്കറി. അപ്പം ഇന്ന് അങ്ങനെയാണ്, നമുക്ക് പുട്ടും കടലയും ചായയാണ് രാവിലത്തെ ചായ പലഹാരത്തിന് പറ്റിയത് തന്നെയാണ്. പിന്നെ കറി ഞങ്ങൾ ബാക്കിയുള്ളത് ഉച്ചയ്ക്കും കൂടി എടുക്കും. ഉച്ചയ്ക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഞാനും കഴിക്കട്ടെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.